ഹായ് ഡെസ്ക് പ്ലാറ്റോ, ദിസ് ഈസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഹൈദരാബാദിൽ ഭർത്താവ് ഭാര്യയെ കൊന്നിട്ട് അത് വെട്ടിനുറുക്കി കുക്കറിൽ വേവിച്ച് പിന്നീട് ആ മാംസങ്ങളെല്ലാം തന്നെ ഒരു ലേക്കിൽ കളഞ്ഞ ഒരു വാർത്തയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇന്ത്യൻ ലെവലിൽ ഇപ്പോൾ ഇതൊരു വലിയൊരു വാർത്തയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് വർദ്ധിച്ചു വരുന്നതായിട്ടൊക്കെ നമുക്ക് മീഡിയകളിലൂടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനാണ് സാധിക്കുന്നുണ്ട്. സോ ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ എസ് കെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അംഗമല്ല എങ്കിൽ നമ്മുടെ എസ് കെ പ്ലാറ്റ്ഫോം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാവുക. താഴെ ഒരു ബെല്ലൈക്കൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് സാധിക്കുന്നതാണ്. സോ ജസ്റ്റ് ഡു ഇറ്റ്. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദിൽ ഗുരുമൂർത്തി എന്ന് പറയുന്ന ഒരാൾ, 45 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ആള് ഒരു എക്സ് സോൾജിയറാണ്. അതായത് നേരത്തെ ഇന്ത്യൻ ആർമിയിൽ സോൾജിയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരാണ് വെങ്കത്ത മാധവി. അദ്ദേഹത്തിന് 35 വയസ്സ് പ്രായമുണ്ട്. ഏകദേശം ഇവർക്ക് പ്രായത്തിൻ്റെ വ്യത്യാസത്തിൽ 10 വർഷത്തോളം ഡിഫറൻസ് ഉണ്ട്. ഏകദേശം 13 വർഷങ്ങൾ മുമ്പാണ് ഇവർ വിവാഹം ചെയ്യുന്നത്. ഇവർക്ക് 2 കുട്ടികളുണ്ട്. അപ്പോൾ ഇയാൾ DRDO എന്ന് പറയുന്ന സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ആയിട്ടാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. ഈ ഗുരുമൂർത്തി എന്ന് പറയുന്നത് പക്ക പ്ലാൻഡ് ആയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഈ സംക്രാന്തി എന്നൊക്കെ പറയുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ ഇയാളുടെ 2 മക്കളെയും ഭാര്യയുടെ വീട്ടിലേക്ക് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് സെൻഡ് ചെയ്യുകയും, അപ്പോൾ ഇവർ മാത്രം ഹൈദരാബാദിലുള്ള വീട്ടിൽ തനിച്ചിരിക്കുന്ന സമയത്താണ് ഇവർക്കിടയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം നടക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ മാരേജിന് ശേഷം ഭാര്യയ്ക്ക് വേറൊരു വ്യക്തിയുമായിട്ടുള്ള അഫെയർ ഉണ്ട് എന്നൊരു സംശയമാണ് ഇദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. അപ്പോൾ ആ സംശയത്തിന്റെ പേരിലാണ് ആക്ച്വലി ഇവർക്കിടയിൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും തുടർന്ന് ഭാര്യയെ കൊലപ്പെടുത്തിയിട്ട് ഭാര്യയുടെ ബോഡി വെട്ടി നോക്കുകയും എന്നിട്ട് ഓരോ കഷ്ണങ്ങളാക്കി അത് ഭക്ഷണം പാകം ചെയ്യുന്നത് പോലെ കുക്കറിലിട്ട് വേവിച്ചിട്ട് ഇറച്ചിയും എല്ലും അത് തമ്മിൽ വേർതിരിച്ച് ഇറച്ചി അമ്മിക്കല്ലിട്ട് അരയ്ക്കുകയും പിന്നെ ഈ എല്ലുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിന്റെ എല്ല്, അത് പൊടിച്ചിട്ട് ആണ് ഈ എല്ലും ഇറച്ചിയും പിന്നെ ഇത്തരത്തിലൊക്കെ ആക്കിയിട്ട് അത് ഈ സൂട്ട് കേസൊക്കെ മേടിച്ച് വന്ന് അതിലിട്ടിട്ടാണ് തൊട്ടടുത്തുള്ള ലേക്ക് അതിലുള്ള മീനിന് ഇട്ട് കൊടുത്ത് എന്നാണ് പല വാർത്തകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്നും അറിയാത്ത ഒരു പാവത്തിനെ പോലെ വന്നിട്ട് ഇയാൾ അവരുടെ വീട്ടിലിരിക്കുകയാണ്. അപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഭാര്യയുടെ മാതാവ് ഗുരുമൂർത്തിയുടെ വീട്ടിൽ വരികയും തൻ്റെ മകൾ എവിടെയാണെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഗുരുമൂർത്തി ഭാര്യ മാതാവിനോട് പറയുന്നത് അവർക്കിടയിൽ പ്രശ്നമുണ്ടായെന്നും അതിന്റെ ഭാഗമായിട്ട് ദേഷ്യപ്പെട്ട് പുറത്തു പോയതാണ്, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നും, മാത്രമല്ല ഭാര്യ മാതാവിന്റെ വീട്ടിൽ വന്നു എന്നാണ് ഞാൻ ഇത്രയും കാലം വിചാരിച്ചത് എന്നുമാണ് ഗുരുമൂർത്തി ഭാര്യ മാതാവിനോട് പറയുന്നത്. തുടർന്ന് ഭാര്യ മാതാവും ഇയാളും ഭാര്യയെ കാണാനില്ല എന്നും പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്, കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് പോലീസ് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തി. അപ്പോൾ അന്വേഷണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പോലും ഈ ഗുരുമൂർത്തി എന്ന് പറയുന്ന ആള് പോലീസിനെ പോലും ഡൈവേർട്ടഡ് ചെയ്തു എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പം അങ്ങനെ അന്വേഷണം നടക്കുന്ന സമയത്ത് പല CCTV ദൃശ്യങ്ങളൊക്കെ അന്വേഷിച്ചതിൽ ഭാര്യ, അതായത് മീൻസ് ഗുരുമൂർത്തിയുടെ ഭാര്യ വീട്ടിൽ നിന്ന് പുറത്തു പോയതായിട്ടുള്ള ദൃശ്യങ്ങളൊന്നും കാണാനായിട്ട് കഴിഞ്ഞില്ല. മാത്രമല്ല, ഭാര്യയെ കാണാനില്ല എന്ന് പറയുന്ന ഡേറ്റ് മുതൽ ഈ ഗുരുമൂർത്തി എന്ന് പറയുന്ന ആളാണ് പലപ്പോഴും CCTVയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കൂടുതൽ സമയം പോയതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. തുടർന്ന് പോലീസിന് ഗുരുമൂർത്തി എന്ന ആളോട് സംശയം ഉണ്ടാകുകയും അങ്ങനെ ഗുരുമൂർത്തിയെ കൂടുതൽ അന്വേഷണത്തിന് കാരണമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഗുരുമൂർത്തിയെ കൂടുതൽ അന്വേഷിച്ചതിലാണ് ആക്ച്വലി പിന്നീട് ഗുരുമൂർത്തി എന്ന് പറയുന്ന ആള് ഞാനാണ് കൊന്നത് എന്ന് സ്വയം സമ്മതിക്കുകയും
ഒക്കെ ചെയ്യുന്നത്. തുടർന്ന് ഇപ്പോൾ പലതരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ വാർത്ത ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ പലതരത്തിലുള്ള മീഡിയ ചാനലുകളിലൊക്കെ ഒരു വൈറലായ ഒരു വാർത്തയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയാസിലും മെയിൻ സ്ട്രീം മീഡിയാസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പൊതുവെ എന്താ പറയുക, ഭാര്യ ഭർത്താക്കന്മാരായാലും പ്രണയിക്കുന്നവരായാൽ പോലും പരസ്പരം ഉള്ള ആ ഒരു ബന്ധത്തിലുണ്ടാകുന്ന വിശ്വാസം ഇല്ലാതാകുന്ന ഒരു ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ ഗ്രീഷ്മ, ഷാരോൺ അവരുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് ഏവർക്കും അറിയുന്നതാണ്. പഠിക്കുന്ന കാലം മുതൽ അവർക്ക് പരസ്പരം ഇഷ്ടമുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഗ്രീഷ്മ എന്ന ആൾ പ്രണയിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഷാരോൺ എന്ന ആൾക്ക് കഷായത്തിൽ വിഷം കലർത്തി കൊടുത്ത് കൊലപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. ആ ഒരു വാർത്ത നമ്മുടെ കേരളത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. അതിനുശേഷം അത് പലതരത്തിലുള്ള കേസിന് വിധേയമാവുകയും തുടർന്ന് ഈ അടുത്ത കാലത്ത് വിധി വരികയൊക്കെ ചെയ്തു. ഇതെല്ലാം തന്നെ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബന്ധങ്ങൾ തമ്മിലുള്ള വിശ്വാസം ഇല്ലാതാകുന്നു എന്ന ഒരു മെസ്സേജാണ് ആക്ച്വലി കൊടുക്കുന്നത്. അങ്ങനെയാണ് കോടതി പോലും പറഞ്ഞു എന്നാണ് വാർത്തകളിലെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ ബാംഗ്ലൂരിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട്. ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുകയും വെട്ടിനുറുക്കി അത് ഫ്രിഡ്ജിലാക്കിയിട്ട് പുള്ളി എസ്കേപ്പ് ആവുകയും പിന്നെ പോലീസ് അന്വേഷിച്ചു പോകുമ്പോൾ പുള്ളി അവിടെ തൂങ്ങി മരിക്കുകയും ചെയ്തുള്ള ഒരു വാർത്ത. അത് നമ്മൾ നമ്മുടെ എസ്കേപ്പ് പ്ലാറ്റ്ഫോമിൽ പോലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കാണുക. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏത് വാർത്താ ചാനൽ തുറന്നു നോക്കി കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലൈഫാണ്, നമുക്ക് ഒരു ചാൻസേ ഉള്ളൂ ജീവിക്കാനായിട്ട്. അപ്പോൾ അതിനി പ്രണയിക്കുന്ന ആൾക്കാരായാൽ പോലും ഇല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിയുന്ന ആൾക്കാരായാലും മനസ്സിലാക്കുക, നമ്മൾ വ്യക്തികളായിരിക്കുമ്പോഴും ലവ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന സമയത്തായാലും ഫാമിലി റിലേഷൻഷിപ്പിൽ ആകുന്ന സമയത്തായാലും പോലും നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നോർമലായിട്ട് ഫേസ് ചെയ്യും. അല്ലെങ്കിൽ വി വിൽ ഫേസ് ഇറ്റ് ഇൻ ഫ്യൂച്ചർ ടു. സോ ദിസ് ഈസ് ദ ഫാക്ട്. സോ ഈ ഒരു സത്യം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജീവിയും ആ ജീവിയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിന് നമ്മൾക്ക് കഴിയണം. അല്ലാത്ത പക്ഷം വി വിൽ ഡിസ്ട്രോയ് അവർ ലൈഫ്. സോ അത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇനി വ്യക്തികളായാലും ഇനി റിലേഷൻഷിപ്പിൽ കഴിയുന്ന ആൾക്കാരായാലും പോലും നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ വ്യക്തികളായിട്ടാണ് ആദ്യം സോൾവ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർക്കും പരസ്പരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് കഴിയും. സോ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അണ്ടർസ്റ്റാൻഡിങ്ങും കൃത്യമായിട്ടുള്ള ഡെസിഷൻ മേക്കിങ്ങുമാണ് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു വീക്ഷണം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി ക്യാൻ സോൾവ് എവറി പ്രോബ്ലം ആസ് വെൽ. സോ അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഈ അണ്ടർസ്റ്റാൻഡിങ്ങും ഡെസിഷൻ മേക്കിങ്ങും അതുണ്ടാകുന്നത് പൊതുവെ മെച്യൂരിറ്റി ഉള്ള ആൾക്കാർക്കാണ് ഉണ്ടാവുക. ഈ മെച്യൂരിറ്റി എന്ന് പറയുന്നത് കേവലം പ്രായം കൊണ്ടുണ്ടാകുന്നതല്ല, അത് എന്താ പറയുക, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്, ഒരു തിരിച്ചറിവാണ്. ആ ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും ഓരോ വ്യക്തികൾക്കും ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അതിന് ആദ്യം കപ്പാസിറ്റി നമ്മൾ വ്യക്തികളായിരിക്കുന്ന സമയത്ത് തന്നെ ബിൽഡ് ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ടത്. ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള കപ്പാസിറ്റി ബിൽഡപ്പ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ സർവൈവ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പം അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഈ ലവ് റിലേഷൻഷിപ്പിൽ ആകുന്ന സമയത്തും അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് കഴിയുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലിയൊരു പ്രശ്നങ്ങളായിട്ട് മാറുന്നതിന് കാരണമാകുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് കഴിയാതെ പോകുന്നത്. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് തീർച്ചയായിട്ടും
ഓരോ വ്യക്തികൾക്കും ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫാമിലീസ് ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഫാമിലീസ് എന്ന് പറയുന്നത് പ്രണയിച്ച് കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ആയിട്ട് കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ മറ്റ് റിലേഷൻഷിപ്പിൽ കഴിയുന്ന ആൾക്കാരെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഈ പറയുന്ന എല്ലാ റിലേഷൻഷിപ്പിൽ കഴിയുന്ന ആൾക്കാരും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ. അപ്പോൾ ഇതിൽ ചില ഫാമിലീസ് അവർ കൃത്യമായിട്ട് പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുകയും അത് കൃത്യമായിട്ട് ഓവർകം ചെയ്ത് സർവൈവായി പോകുന്നുണ്ട് ജീവിച്ച്. ബട്ട് അതേ സമയത്ത് ചില ഫാമിലീസ് അത് കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റാതെ വരികയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ദേ ആർ ക്രിയേറ്റിംഗ്, അല്ലെങ്കിൽ ദേ ആർ ഫേസിങ്. അപ്പൊ അങ്ങനെ ചില കുടുംബങ്ങളും ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. സോ നമ്മൾ മനസ്സിലാക്കുക, സർവൈവൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതിന് കപ്പാസിറ്റി നമ്മൾ ആർജിക്കുക, എന്നിട്ട് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ പോവുക എന്നാണ് എനിക്ക് ഈ നിമിഷം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ദിസ് ഈസ് എ ലൈഫ്, നമുക്കുള്ളത് ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. സോ ഈ ജീവിതം മാക്സിമം ഹാപ്പി ആയിട്ട് സമാധാനത്തോടെ ജീവിച്ചു തീർക്കുക. അപ്പോൾ ഈ ഒരു നല്ലൊരു ജീവിതത്തിൽ പൊതുവെ എന്തിന് ആവശ്യമില്ലാതെ നമ്മുടെ ലൈഫിനെ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കി ജീവിതത്തെ നശിപ്പിക്കുന്നത്. സോ അതൊക്കെ ചെയ്യാതിരിക്കുക, മാക്സിമം ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലഘട്ടത്താണോ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നത്? ഇതിനു മുമ്പ് ഒന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇതിൽ ചില ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയാസ്, അതായത് ഫോൺ പോലുള്ള ഡിവൈസസ് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ന്യൂസുകൾ ജനങ്ങളിലേക്ക് റീച്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള മീഡിയാസോ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിവൈസസോ ഇല്ല, അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ എത്തിപ്പെട്ടില്ല എന്നാണ് വേറൊരു വിഭാഗം പറയുന്നത്. എന്താണ് നിങ്ങളുടെ കമന്റ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടും. സോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പൊതുവെ മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കുക എന്നുള്ളത് ഒരു സൊല്യൂഷൻ അല്ല. അതിലൂടെ നശിപ്പിക്കുന്നത് നമ്മുടെ ജീവിതമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾ സ്വയം മനസ്സിലാക്കുക, എന്നിട്ട് ജീവിതം കൃത്യമായിട്ട് നയിക്കുക. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ പുതിയ വിഷയമായിട്ട് നമുക്ക് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ. ടേക്ക് കെയർ. ലവ് യു. താങ്ക് യു.